വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 8. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. യേശു ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, അങ്ങ് ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് യേശു അവരോട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിത പ്രമുഖർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു അവരെ പഠിപ്പിച്ചു തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുവാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോഴാണ് യേശു ശിഷ്യന്മാരോട് ഞാൻ ആരാണ് എന്ന് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചത്. ഒത്തിരി മറുപടികൾ യേശുവിന് ലഭിക്കുന്നു. സ്നാപയോഹന്നാൻ എന്നും ഏലിയ എന്നും പ്രവാചകന്മാരിൽ ഒരുവനുമെന്നും അപ്രകാരം പലതും. എന്നാൽ യേശു ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ആരാണ്? എല്ലാവരും നിശബ്ദനായിരിക്കുമ്പോൾ പത്രോസ് മാത്രം മറുപടി പറയുന്നു, അങ്ങ് ക്രിസ്തുവാണ്. നോക്കൂ, ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ അഭിമാനപൂർവ്വം സമൂഹമധ്യേ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ കഴിയൂ. പത്രോസ് സമൂഹമധ്യേ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ യേശുവിനെ ഏറ്റുപറയുകയായിരുന്നു. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, വരുവാനിരിക്കുന്ന രക്ഷകനാണ്, ലോകത്തിലേക്ക് അയക്കപ്പെട്ട പിതാവായ ദൈവത്തിൻ്റെ വത്സലപുത്രനാണ്. ഒരു വലിയ അംഗീകാരമാണ്. ക്രിസ്തു നമുക്ക് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദൃഢവും ആത്മാർത്ഥം നിറഞ്ഞതും സ്നേഹപൂരിതവും എന്ന് തിരിച്ചറിയുക. ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് അല്പസമയം കഴിയുന്നതിന് മുമ്പ് ആ ക്രിസ്തുവിൻ്റെ മനസ്സിനെ തിരസ്കരിക്കുന്ന പത്രോസിനെയും ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം. ക്രിസ്തു പീഡാനുഭവങ്ങളിലൂടെ, കുരിശു മരണത്തിലൂടെ, തിരസ്കരണങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ രക്ഷയുടെ കവാടം കടക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങേക്കിത് സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ യേശു വേദനയോടുകൂടി പത്രോസിനെ വിളിക്കുന്നത്, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ നാം ശിരസ് നമിക്കാതിരിക്കുമ്പോൾ, ആ പദ്ധതി ദൈവഹിതമായി കണ്ട് സ്വീകരിക്കാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാമും ഇപ്രകാരം ക്രിസ്തുവിനാൽ ശാസിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും. വിശ്വാസത്തിൽ നമുക്ക് കുറച്ചുകൂടി ആഴമുണ്ടാകണം. ഇതര ജാതി മതസ്ഥരുടെ മുമ്പിൽ അഭിമാനപൂർവ്വം കർത്താവും രക്ഷകനുമായ യേശുവിനെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. അവിടുന്ന് തൻ്റെ തിരുരക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. രക്ഷയുടെ മഹത്വവും കൃപയും നിത്യതയുടെ കിരീടവും നമുക്ക് നൽകി. ആകയാൽ കൂടുതൽ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും അപരൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കാനുമുള്ള ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.